പുറത്ത് ഉച്ചഭാഷിണികൾ ആർത്തുവിളിക്കുന്നു. ഇനി 3 ദിവസം മാത്രം. വേഗം വാങ്ങുക, വിൽക്കുക. സുവിശേഷത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം കേൾക്കും. ഒരു ശാന്തമായ ശബ്ദം, മറിയയുടെ ശബ്ദം. അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു. ലൂക്കോസ് ഒരു മറിയ ഈ വാക്കുകൾ ആലപിക്കുന്നു. അവൻ വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നരെ വെറുതെ അയച്ചു. ആഗമനകാലത്തിന്റെ ഈ അവസാന നാളുകളിൽ 2 കൗണ്ട് ഡൗണുകൾ അടുത്തടുത്തായി നടക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ, ഒന്ന് സൗമ്യമാണ്. ഒന്ന് വിപണിയുടേതാണ്, ഒന്ന് കാരുണ്യത്തിൻ്റെതാണ്. എന്റെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് ഏത് കൗണ്ട് ഡൗൺ ആണ്? മറിയ വിശപ്പിനെക്കുറിച്ച് പാടും. ആദ്യം ഒഴിഞ്ഞ വയറുകളെക്കുറിച്ചല്ല, ഒഴിഞ്ഞ ഹൃദയങ്ങളെക്കുറിച്ചാണ്. ദൈവം എളിമയോടെ വരുന്നവരെ നിറയ്ക്കുന്നു. അവനെ ആവശ്യമാണെന്ന് അറിയുന്നവർ, സ്വയം നിറഞ്ഞിട്ടില്ലാത്തവർ. ദൈവം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നു. പെട്ടെന്ന് കടന്നുപോകുന്ന സന്തോഷമല്ല, അവധിക്കാലം കഴിഞ്ഞ് മങ്ങിപ്പോകുന്ന ആവേശമല്ല, മറിച്ച് ആഴമായ സന്തോഷം, നിലനിൽക്കുന്ന പ്രത്യാശ. കർത്താവിനായി വിശക്കുന്നവർ നിരാശരല്ല. ദൈവത്തിനു വേണ്ടി വിശക്കുന്ന ഈ ദിവസങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ടോ? അതോ ഇതിനകം നിറഞ്ഞിരിക്കുന്നോ, ശ്രദ്ധ തിരിക്കുന്നവനോ സംതൃപ്തനോ ആണോ? പുറത്ത് കലണ്ടർ അലറും. വിൽപ്പന, ഓഫറുകൾ, വിളക്കുകൾ, ശബ്ദം. ഉള്ളിൽ സഭ മന്ത്രിക്കുന്നു. നിശബ്ദത, വചനം, കുംഭസാരം, യൂക്കറിസ്റ്റ്. ആഗമനം ഒരു തീയതിയിലേക്കുള്ള കൗണ്ട് ഡൗൺ അല്ല. ഇത് ഒരു മീറ്റിംഗിലേക്കുള്ള കൗണ്ട് ഡൗൺ ആണ്. അല്ല, ഞാൻ എന്റെ ഷോപ്പിംഗ് പൂർത്തിയാക്കിയോ? പക്ഷേ ഞാൻ എന്റെ പശ്ചാത്താപം ആരംഭിച്ചിട്ടുണ്ടോ? ക്രിസ്മസിന് മുമ്പുള്ള എന്റെ അവസാന 3 ദിവസങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഞാൻ എന്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് അവർ കരുതും. ഒരു ഉത്സവം, അതോ ഒരു വ്യക്തിയോ? ഒരിക്കൽ ഒരു കടയുടമ ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് സാന്ത ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്? അതൊരു ചെറിയ ചോദ്യമായി തോന്നി. എന്നാൽ കൃപ പലപ്പോഴും മൃദുവായി മുട്ടുന്നു. സാന്തയുടെ പിന്നിൽ വിശുദ്ധ നിക്കോളാസ് നിൽക്കുന്നു. ഒരു ബിഷപ്പ്, ശാന്തമായ ഔദാര്യമുള്ള ഒരു മനുഷ്യൻ. ചുവന്ന വസ്ത്രത്തിന് പിന്നിൽ ഒരു ആഴത്തിലുള്ള ചുവപ്പുണ്ട്. ക്രിസ്തുവിന്റെ രക്തം സ്നേഹത്തിൽ ചൊരിയപ്പെടുന്നു. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സമ്മാനം നമ്മൾ കൈമാറുന്നതല്ല, മറിച്ച് ആർക്കാണ് നൽകപ്പെട്ടത് എന്നതാണ്. ലളിതമായ സംഭാഷണങ്ങൾ വിശ്വാസത്തിനുള്ള വാതിലുകളായി മാറാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? ഞാൻ ക്രിസ്മസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകൾ നിറങ്ങളിലേക്കും അലങ്കാരങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടോ?